നിങ്ങൾ ഈ പല്ലുതേക്കൽ വൈബ് എന്ന് കേട്ടിട്ടുണ്ട്. രാവിലെ തന്നെ എണീച്ച് സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തുള്ള നല്ല വൈബ് സ്ഥലത്ത് പോയിട്ട് പല്ലുതേക്കൽ വൈബ് പിടിക്കലാണ് നമ്മുടെ പണി. വൈബ് കഴിഞ്ഞ് പോകുമ്പോൾ ബ്രോക്കുട്ടിനെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നു. എഫേർട്ട് നോക്കണേ. പല്ലുതേപ്പ് വൈബ് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ചായ കുടി വൈബിലേക്ക് അങ്ങോട്ട് പോയി. അപ്പൊ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് വൈബ് കിട്ടുന്ന സ്ഥലം നമ്മുടെ റിസോർട്ടിലെ ഹട്ടാണ്. ഹട്ടിലെ അജാതി വൈബ്. ഇവിടുന്ന് നല്ല ചൂട് ചായ കുടിച്ചപ്പോൾ റാഹത്ത് കിട്ടി. മൂന്നാല് ചായ കുടിച്ചുകൊണ്ട് ഫജാസിക്കാക്ക് ഒരു പ്രശ്നമില്ല. അതിന്റെ ഇടക്കുണ്ട് അൻസിലിക്ക എന്ന സുന്ദരനാകുന്നു. അത് കഴിഞ്ഞ് നേരെ മൂപ്പര് ഉണങ്ങിയതും ഉണങ്ങാത്തതുമായ ജട്ടികളും എല്ലാം എടുത്ത് മൂപ്പര് നാട് വിടാനുള്ള പ്ലാനാണ്. വൈബ് കിട്ടണമെങ്കിൽ നല്ല പാട്ട് വേണം. നല്ല പാട്ട് വേണമെങ്കിൽ നല്ല സ്പീക്കർ വേണം. അതിനുവേണ്ടി ഫജാസ് വ്ലോഗർ സ്പീക്കറിന്റെ പരസ്യം കൊണ്ട് ഇറക്കാണ്. വൈബ് പിടിച്ച് വിശന്ന് പണ്ടാരടങ്ങിയപ്പോൾ നേരെ ബ്രെഡും ജാമും കഴിക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ പോയി. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഫജാസിക്കും ഞാനും കൂടി നന്നായിട്ട് കഴിച്ചു. വെറൈറ്റിക്ക് വേണ്ടി ഇഡ്ഡലി ജാമും ഒന്ന് കലക്കിയതാ. സംഭവം പിടിച്ചില്ലെങ്കിലും എങ്ങനെയല്ലോ കഴിച്ചു. അങ്ങനെ കുളിച്ചു മാറ്റി സുന്ദരി കുട്ടപ്പനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ടീം മൊത്തം റീൽ എടുക്കുന്നു. എന്താ റീല് എന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ സംഭവം അടിപൊളിയാണ് മക്കളെ. അതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയ കുലിസത്ത് ഞങ്ങൾ പൊക്കി. അത് കഴിഞ്ഞപ്പോൾ നോക്കാനാശിക്ക തൊട്ടിലെട്ടാൻ പോണ്. മൂപ്പരുടെ മെയിൻ ഹോബി ഇതാണ്. എവിടെ സ്ഥലമുണ്ട് അവിടെ തൊട്ടിലെട്ടാ. വെള്ളത്തിലായാലും കാട്ടിലായാലും മൂലക്കായാലും എയറിലായാലും പോലും തൊട്ടിലിട്ട. അതൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ബോസ് ആശിക്കൊക്കെ ഡ്രസ്സ് മാറുന്നു. അടുത്തോട്ട് പോകുമ്പോൾ മൂപ്പര് പറയും ഞമ്മള് സുന്ദരനല്ലേ മോനേന്ന്. ഞാൻ പിന്നെ പണ്ടേ കുഞ്ഞുകുട്ടിയാണ്ട് കുഞ്ഞു പിള്ളേരെ പോലെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ബാഗൊക്കെ പാക്കാക്കി ജീപ്പിൽ കയറി ഞങ്ങൾ അങ്ങോട്ട് പോയി. അപ്പൊ ശരി എന്നാ.